പങ്കിടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. ഞാൻ അടുത്തത് ഭയങ്കര കോമഡിയാണ്. ഞാൻ അറിയപ്പെട്ടത് നിങ്ങളെല്ലാവരും അറിയണത് ശിരൂർ ദുരന്തത്തിലാണ്. മെനയാന്ന് 13-ാം തീയതി ഈ ശിരൂർ ദുരന്തത്തെ പറ്റിയിട്ടൊരു പുസ്തകം ഇറക്കി അർജുൻ്റെ അമ്മ. ആ പുസ്തക പ്രകാശനത്തിന് എന്നെ വിളിച്ചിട്ടില്ല. ഞാനില്ല. ഞാൻ അതിൽ വലിയ സംഭവമാണെന്നൊന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. അതിനു വേണ്ടി എൻ്റെ ജീവിതം ഞാൻ തച്ചുടച്ചിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല. ആരോഗ്യം കൊണ്ടും പണം കൊണ്ടും എല്ലാം കൊണ്ടും ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആരോഗ്യം നഷ്ടപ്പെടുത്താം, എത്രത്തോളം പണം നഷ്ടപ്പെടുത്താം മറ്റുള്ളവന് വേണ്ടിയിട്ട് അതിൻ്റെ പരമാവധി ഒരാൾ ചെയ്തതാ. ആ ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഒരു പ്രാധാന്യമില്ലാത്ത ഈ ഷെരീഫ തങ്ങൾക്ക് അവരുടെ പുസ്തകത്തിന് ഞാൻ വേണമെന്ന് നിർബന്ധം. അതേ ഭാഗത്ത് ഞാൻ എല്ലാം ആയിട്ട് പോലും ആ പുസ്തക പ്രകാശനത്തിന് എന്നെ വിളിച്ചിട്ട് പോലുമില്ല. അപ്പം ഇതാണ് സമൂഹം. ഞാൻ അതിനു വേണ്ടിയിട്ട് അവിടെ പോകണമെന്ന് അങ്ങനെ അതിയായി ആഗ്രഹിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ വ്യത്യാസം മനസ്സിലാക്കുകയാണ്. ഷെരീഫ തങ്ങളും ഞാനും തമ്മിൽ അങ്ങനെ ഭയങ്കര ദീർഘമായ ഒരു ബന്ധം ഇല്ലായിട്ട് പോലും അവരുടെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് വരണമെന്ന് നിർബന്ധിച്ചിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ അതേ സ്ഥാനത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പോരാട്ടം, അതിലൊരു സംശയവുമില്ല. ആ പോരാട്ടം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി. 4 പേജിൽ 4 വരികളിൽ ഒതുങ്ങേണ്ട കർണാടകയിൽ അപകടം, ഒരു ലോറി ഡ്രൈവർ, മലയാളിയായ ഒരു ലോറി ഡ്രൈവർ കാണാതായി. ഇത്രയിൽ ഒതുങ്ങേണ്ട ഒരു വിഷയത്തിന് ലോകം മൊത്തം ചർച്ച ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയത്തിലും ആൾക്ക് കഴിയൂട്ടോ. അതിന് ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഉപയോഗിച്ചാൽ എല്ലാ വിഷയവും ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റും. ഞാൻ ആ ടെക്നിക്ക് അറിയുന്ന ആളാണ്. ധർമ്മസ്ഥല വിഷയം ലോക ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്ന് അത് ഇന്ന് തെളിഞ്ഞ് ഇങ്ങനെയാണ് കൊലപാതകങ്ങൾ ഉണ്ടായതെന്ന് ഒരുപാട് ആൾ കൊല ചെയ്യപ്പെട്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ കളിയാക്കിയ ആൾക്കാർ അവസാനം ഇപ്പോൾ